ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 11ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ, വിത്തിൻ നമ്പേഴ്സ്. അതിലെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. പേജ് നമ്പർ 128 മുതലാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഡിവിഷൻ ആൻഡ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പഠിച്ചു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താണ്? 72 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ്. അതായത് 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ. അല്ലേ, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 72. ദ ഫാക്ട് ദാറ്റ് 72 ഈസ് ഡിവൈഡഡ് ബൈ 4 ക്യാൻ ബി പുട്ട് ഇൻ അനദർ ഫോം. അത് നമുക്ക് വേറെ എങ്ങനെ എഴുതാം? 4 ഈസ് എ ഫാക്ടേഴ്സ് ഓഫ് 72. അതായത് 4 എന്ന് പറയുന്നത് 72ൻ്റെ ഒരു ഫാക്ടറാണ്, ഒരു ഘടകമാണ് എന്ന് പറയാം. മലയാളത്തിൽ ഘടകം എന്ന് പറയും. By the factors of a number, we mean those number by which this number is divisible. എന്താണ്? ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പറിനെ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിനെ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്നാണ് പറയുക, ഘടകങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ മുന്നോട്ട് നമുക്കത് കൂടുതലായിട്ട് നോക്കാം. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഇൻ ദ ലെസൺ ഡിവിഷൻ മെത്തേഡ്സ് വി ഹാവ് സീൻ ഹൗ ദ സെയിം റിലേഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഐദർ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ഓർ യൂസിങ് ഡിവിഷൻ. എന്താണ്? 2 നമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ കാണാൻ വേണ്ടിയിട്ട് ഗുണന രൂപത്തിൽ, അതായത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷൻ മെത്തേഡിലും എഴുതുന്നത് ഈ ഹരണ രീതികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷൻ മെത്തേഡ്സ് എന്നുള്ള ആ ഒരു പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിവിടെ ഒന്നും കൂടെ കാണിക്കുകയാണ്. എക്സാമ്പിളായിട്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6, 54 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ എഴുതാം? 54 ഈക്വൽ ടു 6 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 54 കിട്ടുന്നത്? 6 × 9 ആണല്ലേ. അപ്പോൾ അത് ഡിവിഷനിൽ എങ്ങനെ എഴുതാം? 54 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 9 ആണ്. അതുപോലെ തന്നെ 54നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ്. അങ്ങനെ 2 രീതിയിൽ അത് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടും ഡിവിഷനിലും എങ്ങനെ പറയാം? നമ്പർ 654 ആണെങ്കിൽ 54 ഈക്വൽ ടു 6 × 9 ആണ്. അതിന് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ പറയാം? 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലേ. 6ൻ്റെ മൾട്ടിപ്പിളാണ് 54. അതുപോലെ തന്നെ 6 × 9 ആയതുകൊണ്ട് 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9ൻ്റെയും മൾട്ടിപ്പിളാണ് എന്ത്? 54. അത് ഡിവിഷനിൽ വരുന്ന നേരം 54 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 9 ആണ് അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാം? 6 ഈസ് എ ഫാക്ടർ ഓഫ് 54. അതുപോലെ 54 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ 9 ഈസ് എ ഫാക്ടർ ഓഫ് 54. അപ്പോൾ 54ൻ്റെ ഫാക്ടേഴ്സാണ് 6ഉം 9ഉം. Now write the relation between each pair of numbers below like this as multiplication, multiple and division factor. അപ്പോൾ നമ്മൾ മുകളിൽ ഈ കാണിച്ചതുപോലെ താഴെ തന്നിട്ടുള്ള ഈ നമ്പേഴ്സ് തമ്മിൽ നമ്മൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ ആൻഡ് ഡിവിഷൻ ഫാക്ടേഴ്സ് ഈ 2 രീതിയിലും എഴുതണം. അപ്പം നമുക്ക് എഴുതാം. ഞാനിവിടെ നമ്പർ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെ 3 പാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റിലുള്ളതുപോലെ തന്നെ കള്ളികളൊക്കെ വരയ്ക്കാം. അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഏതാണ്? 9. അതുപോലെ തന്നെ 72. ഇത് 2ആണ്. അപ്പോൾ നമ്പർ എന്നുള്ള ബോക്സിൽ അത്ര എഴുതുക. പിന്നെ മൾട്ടിപ്ലിക്കേഷനിൽ ഫസ്റ്റ് ഒരു ചെറിയ ബോക്സ് ഉണ്ടല്ലേ, അതിലെന്ത് എഴുതുക? 72 ഈക്വൽ ടു 9 ഇൻറ്റു ഏതിനോടോ ഒന്ന് ഗുണിച്ചാലാണ്. 9നെ വേറെ ഒരു നമ്പറിനോട് ഗുണിക്കുമ്പോൾ നമുക്ക് 72 കിട്ടും. എത്രയാ? ഏതാണ്? 9 × 8 അല്ലേ. 9 × 8 അല്ലേ. അപ്പോൾ 9 × 8 72 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയാം. 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറയാം. 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അല്ല
9 72 is a multiple of 8. അപ്പോൾ 72 എന്ന് പറയുന്നത് പിന്നെ 72 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. അതുപോലെ തന്നെ 72 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ ആണ്. ഇനി ഡിവിഷൻസിൽ എങ്ങനെ എഴുതാം? 72 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 8 ആണ്. 72 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 9 ആണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്നു. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. അപ്പോൾ നമുക്ക് എഴുതാം 8 ഈസ് എ ഫാക്ടർ ഓഫ് 72. അതുപോലെ തന്നെ എന്തെഴുതാം? 9 ഈസ് എ ഫാക്ടർ ഓഫ് 72. സിമ്പിൾ അല്ലേ? 8 ഈസ് എ ഫാക്ടർ ഓഫ് 72. 9 ഈസ് എ ഫാക്ടർ ഓഫ് 72. അപ്പോൾ ഫസ്റ്റ് നമ്പേഴ്സാണിത്. ഇനി സെക്കൻഡ് നോക്കാം. അടുത്ത നമ്പർ 12, അതുപോലെ തന്നെ 156 അല്ലേ? 156 ആണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ എഴുതാം? 156 ഈക്വൽ ടു 12 ഇൻറ്റു അല്ലേ? എത്ര 12 ആണ് 156? നമുക്ക് നോക്കാം. ഇത് ഞാൻ പാഠത്തിൻ്റെ കുറച്ച് ചാപ്റ്ററിൻ്റെ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം 12-ന് അല്ലേ 156-ന് നമുക്ക് ഹരിച്ച് നോക്കാം. 12 1 12 3 6 അല്ലേ? എത്ര 12 ആണ്? 3 12 36. അപ്പോൾ ഇവിടെ അത് കിട്ടി. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തന്നോളൂ കേട്ടോ. അപ്പോൾ 13 12 ആണ് 156. അപ്പോൾ ഇവിടെ 13. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 156 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12. അതുപോലെ തന്നെ എന്തെഴുതാം? 156 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13. മനസ്സിലായോ? ഇത്രയും എഴുതാം. ഇനി ഡിവിഷനിൽ വരുന്നേരം 156 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 13. 156 ഡിവൈഡഡ് ബൈ 13 ഈക്വൽ ടു 12. മനസ്സിലായത്? രണ്ടും തിരിച്ചിട്ട്. ഇനി അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 12 ഈസ് എ ഫാക്ടർ ഓഫ് 156. അതുപോലെ 13 ഈസ് എ ഫാക്ടർ ഓഫ് 156. അപ്പോൾ 12ഉം 13ഉം 156ൻ്റെ ഫാക്ടേഴ്സാണ് കേട്ടോ. അടുത്ത നമ്പർ 13ഉം 169ഉം ആണ്. അപ്പം നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുമ്പം 169 ഈക്വൽ ടു 13 ഇൻറ്റു അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞത് പഠിച്ചിട്ടുണ്ട്. ഇത് എത്ര 13 ഉണ്ടെന്ന് കാണാൻ നമുക്ക് ഡിവൈഡ് ചെയ്താൽ പോരെ? 169 ഡിവൈഡഡ് 13 1 13 13 ബാക്കി അല്ലേ? ബാലൻസ് 3 9. അപ്പോൾ എത്ര 13 ആണ്? 39 26 13 3 അല്ലേ? 3 13 39. അപ്പോൾ ഇവിടെ എത്രയാ? 13 ഇൻറ്റു 13 ആണ് 169. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 169 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13. അപ്പോൾ ഒന്ന് എഴുതാൻ മതി അല്ലേ? ഇവിടെ ഇനി അടുത്തത് ഡിവിഷനിൽ എന്തെഴുതാം? 169 ഡിവൈഡഡ് ബൈ 13 ഈക്വൽ ടു 13. അതായത് 13 ഈസ് എ ഫാക്ടർ ഓഫ് 169. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഇവിടെ എഴുതാം. നെക്സ്റ്റ് നമ്പർ 25 പിന്നെ 375. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ എഴുതാം? 375 ഈക്വൽ ടു
25 ഇൻറ്റു അല്ലേ. അപ്പം നമുക്ക് എത്ര 25 ആണ് 375 എന്ന് കാണാൻ 375 ഡിവൈഡഡ് 25. 37ൽ 1 25, 7 5 പോയാൽ 2, 3 2 പോയാൽ 1. അപ്പോൾ 12ൽ 25 പോവാത്തത് കൊണ്ട് തന്നെ 5 ഇവിടെ ഇറക്കിയത്. 125ൽ എത്ര എണ്ണം പോവും? 100ൽ 4 ആണ്, 425 ആണ് 100. അപ്പോൾ 525 125 അല്ലേ. അപ്പോൾ 1525 ആണ് എത്രയാണ് 375. അപ്പോൾ ഇവിടെ നമുക്ക് 15 എഴുതാം. ഇനിയപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 375 ഈസ് എ multiple of 25. പിന്നെയോ 375 ഈസ് എ multiple of 15. അപ്പോൾ 25ൻ്റെയും 15ൻ്റെയും എന്താണ് മൾട്ടിപ്പിളാണ് 375. ഇനി ഡിവിഷനിൽ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം? 375 ഡിവൈഡഡ് 25 ഈക്വൽ ടു 15 ആണ്. 375 ഡിവൈഡഡ് 15 ഈക്വൽ ടു 25 ആണ്. എഴുതാം 15 ഈസ് എ ഫാക്ടർ ഓഫ് 375. അതുപോലെ 25 ഈസ് എ ഫാക്ടർ ഓഫ് 375. ഓക്കെ അല്ലേ, മനസ്സിലായോ? ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു നമ്പർ, രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അതിൽ ഒരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്പിൾ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് ആ ഒരു പ്രോബ്ലം ഒന്നും കൂടെ എളുപ്പമായിട്ട് കിട്ടും. നമുക്ക് ഫാക്ടേഴ്സ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് തന്ന നോക്കിക്കേ, 12 ഇൻറ്റു 15 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 12നെ നമ്മൾ 12 ഇൻറ്റു 15 എന്നുള്ളതിൽ രണ്ട് നമ്പേഴ്സ് തരികയാണെങ്കിൽ, 2 നമ്പേഴ്സ് തരികയാണെങ്കിൽ നിങ്ങളതിൽ ഇരട്ട സംഖ്യ നോക്കുക, അതായത് ഇവൻ നമ്പേഴ്സ് നോക്കുക. അപ്പോൾ ഇതിൽ 12 അല്ലേ ഇവൻ നമ്പർ. അപ്പം നമ്മൾ 12നെ സ്പ്ലിറ്റ് ആക്കുക, ഏതെങ്കിലും ഒരു ഗുണനമായിട്ട് എഴുതുക. 2 ഇൻറ്റു 6 എന്ന് എഴുതിയാൽ 12 അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 12 ഇൻറ്റു 15 ഈക്വൽ ടു 6 ഇൻറ്റു 2 ഇൻറ്റു 15 അല്ലേ. 15 അതുപോലെ വെക്കുക, എന്നിട്ട് 12നെ 6 ഇൻറ്റു 2 എന്നാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എളുപ്പത്തിൽ 2ഉം 15ഉം തമ്മിൽ ആദ്യം ഇൻറ്റു ചെയ്യുക. 2 15 എത്രയാണ്? 2 15 എത്രയാ? 30 ആണല്ലേ. പെട്ടെന്ന് കിട്ടുമല്ലോ നമുക്ക്. പിന്നെ 30 ഇൻറ്റു 6. അപ്പോൾ 30 ഇൻറ്റു 6 എന്ന് പറയുന്ന സമയത്ത് 3ഉം 6ഉം തമ്മിൽ എത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ? ചെല്ലി നോക്ക്. 3 ഇൻറ്റു 6 എത്രയാ? 18 ആണ്. അപ്പോൾ 30ൻ്റെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ 180 എന്ന് ആൻസർ കിട്ടും. അതായത് 12 ഇൻറ്റു 15 ആണ് അല്ലേ. അപ്പം നിങ്ങൾ ഇതിലുള്ള ഇവൻ നമ്പർ 12 ആണ്. അപ്പോൾ അതിനെ 2 ഇൻറ്റു 6 എന്ന് ഒക്കെ, എന്നിട്ട് ഈ 15, എന്നിട്ട് ഈ 2ഉം 15ഉം ഏതാ മക്കൾക്ക് ചെയ്യാൻ എളുപ്പം എന്ന് വിചാരിച്ചാൽ അത് ആദ്യം ചെയ്യുക. 2 ഇൻറ്റു 15 അല്ലേ, വലിയ സംഖ്യ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയായി? 30 ആണ്. അതിനെ ഇൻറ്റു 6. ഇനി ഈ 3ഉം 6ഉം ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 18 ആണ് അല്ലേ. 18നോട് ഈ ഒരു 0 ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആൻസറായി. അപ്പോൾ ഇങ്ങനെ 12 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി സ്റ്റെപ്പാക്കിയിട്ട് ചെയ്യണ്ടേ. അതിന് പകരം അതിലുള്ള ഇവൻ നമ്പേഴ്സിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലെത്താൻ പറ്റും കേട്ടോ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? 18 ഇൻറ്റു 16. അപ്പോൾ അതൊന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 18 ഇൻറ്റു 16 ആണ്. അപ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ 18 ഇൻറ്റു ഈ 16നെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 2 എത്രയാ? 2 ഇൻറ്റു 2 4 ആണ്. ഇൻറ്റു 2 അപ്പോൾ എത്രയായി? 4 ഇൻറ്റു 2 8 ആണ്. ഇൻറ്റു 2 അപ്പോൾ എത്രയായി? 8 ഇൻറ്റു 2 16 ആണ്. ഇതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അത് മക്കൾ ഓർത്ത് വെക്കുക. അങ്ങനെ 8 അതുപോലെ തന്നെ 4 16 ഒക്കെ വരുന്നേരം നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിന് ശേഷം എന്ത് ചെയ്യാം?
18 ഇൻറ്റു 2 എത്രയാ 36. ഓരോന്നിനെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി 36 ഇൻറ്റു 2 എത്രയാ 72. പിന്നെ 72 ഇൻറ്റു 2 എത്രയാ വരിക 140 ആണ്. 70 144. 144 ഇൻറ്റു 2 എത്ര വരും 288. അപ്പോൾ 18 ഇൻറ്റു 16 ഈക്വൽ ടു 288 അല്ലേ 288 ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ആൻസർ എന്താ വരുന്നതെന്നല്ലേ മൾട്ടിപ്പിൾ ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റത്തത് 12 ഇൻറ്റു 25 ആണ്. അപ്പം നമ്മളിങ്ങനെ ഒരു ഓഡ് വണ്ണും ഒരു ഇവൻ നമ്പറും വരുന്നേരം നമ്മൾ എന്ത് ചെയ്യുക ഇവൻ നമ്പർ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 6 ഇൻറ്റു 2 അല്ലേ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇൻറ്റു 25 ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇൻറ്റു 4 അല്ലേ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ 6 ഇൻറ്റു 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് എളുപ്പമുള്ളത് നോക്കുക നമ്മൾ 25 ഇൻറ്റു 2 എത്രയാ 50 ആണല്ലേ 225 50 ആണ്. അപ്പം നമ്മളിവിടെ ഇനി ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യാനുണ്ട്. അപ്പോൾ 50 ഇൻറ്റു 6 എത്രയാ വരിക അതിന് എളുപ്പം 5 ഇൻറ്റു 6 എത്രയാ 30 ആണല്ലേ. അതിനോട് ഈ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ആൻസർ സിമ്പിളായിട്ട് കിട്ടിയില്ലേ. അടുത്തത് 35 ഇൻറ്റു 18 ആണ്. അപ്പോൾ ഇതിൽ ഇവൻ നമ്പർ ഏതാണ് 18 ആണ് അല്ലേ. അപ്പം 35 ഇൻറ്റു 18 നമുക്ക് എന്ത് ചെയ്യാം 9 ഇൻറ്റു 2 അല്ലെ 2 ഇൻറ്റു 9 അങ്ങനെ എഴുതാലോ. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 35 ഇൻറ്റു 2 എത്രയാ 70. 70നോട് ഇനി അത് ഇൻറ്റു ചെയ്യണം 9. അപ്പോൾ 7 9 എത്രയാണ് 63 അല്ലേ. അതിനോട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 125 ഇൻറ്റു 8 ആണ്. അപ്പം ഇതിൽ ഇവൻ നമ്പർ ഏതാണ് 8 ആണ് അല്ലേ. അപ്പോൾ 125ന് അവിടെ അങ്ങനെ തന്നെ വെക്കുക. 8 ഞാൻ നേരത്തെ പറഞ്ഞു 2ൻ്റെ സ്പ്ലിറ്റ് ആക്കുക അല്ലേ. 2 ഇൻറ്റു 2 എത്രയാ 4 ആണ്. 4 ഇൻറ്റു 2 8 ആണ്. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം 125നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ എത്രയാ 250 ആണ്. 250യെ അടുത്ത 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 500 ആണ്. 500നെ അടുത്ത ഇൻറ്റു കൊണ്ട് അടുത്ത 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1000 ആണ്. മനസ്സിലായോ. അപ്പോൾ ഇതിൽ നിന്ന് മക്കൾ മനസ്സിലാക്കേണ്ട വേറൊരു പോയിൻ്റ് എന്താ വെച്ചാൽ ഏതൊരു സംഖ്യയെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിളാണ് വരിക. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ഹാഫാണ് വരിക പകുതി. ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഫ് അല്ലേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഫും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഡബിളും ആണ് വരിക. അത് മക്കൾ ഓർത്ത് വെക്കണേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി 100 അല്ലേ. 125 ഇൻറ്റു 8 ഈക്വൽ ടു 1000. സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 125 ഇൻറ്റു 24 ആണ്. അപ്പോൾ ഇവൻ നമ്പർ 24 അല്ലേ. അപ്പം നമുക്ക് 24നെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം 3 ഇൻറ്റു 8 അല്ലേ 3 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് 8 വന്നതുകൊണ്ട് തന്നെ 8നെ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നോക്കാം 125 ഇൻറ്റു 3 ഇൻറ്റു 8നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം 2 ഇൻറ്റു 2 4 ആണ്. പിന്നെ ഒരു 2 കൂടെ ഇടുമ്പോൾ 8 ആണ്. ഈ രീതിയിൽ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യാം 8 4 16 ഒക്കെ വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 125നെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പം 250 ആണ്. അടുത്ത 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 500. അടുത്ത 2 കൊണ്ട് ചെയ്യുന്ന സമയത്തോ 1000. ഇനി ഇവിടെ ഒരാൾ ചെയ്യാതെ ഉണ്ടല്ലേ ആരാണത് 3 ആണ്. അപ്പോൾ 1000നെ 3 കൊണ്ട് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും 3000 എത്രയാ 3000. അപ്പം എന്തെഴുതാം
125 ഇൻറ്റു 24 ഈക്വൽ ടു 3000. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ മക്കൾക്ക് ഈ രീതിയിൽ ഞാനിങ്ങനെ ഹാരോ വരച്ചതുപോലെ എഴുതാതെ 125 അല്ലേ, 125 ഇൻറ്റു 2 ഈക്വൽ ടു 250 ഒന്ന് വേണേൽ എഴുതി കാണിക്കാം. ഇങ്ങനെ സ്റ്റെപ്പാക്കിയിട്ട് വേണേൽ എഴുതട്ടോ. 125 ഇൻറ്റു 2 ഈക്വൽ ടു 250, പിന്നെ 250 ഇൻറ്റു 2 ഈക്വൽ ടു 500, 500 ഇൻറ്റു 2 ഈക്വൽ ടു 1000, 1000 ഇൻറ്റു 3 ഈക്വൽ ടു 3000. ഇങ്ങനെ വേണമെങ്കിലും മക്കൾക്ക് എഴുതാട്ടോ. ഇനി ഇതുപോലെ മൾട്ടിപ്ലിക്കേഷനിൽ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എളുപ്പമാക്കുന്നത് മക്കൾ പഠിച്ചു, ഈസി ആക്കുന്നത്. ഇനി നമുക്ക് ഡിവൈഡിങ്ങിൽ എങ്ങനെയാണ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എളുപ്പമാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 75 biscuits are to be distributed among 15 kids. If the shares are to be equal, how many should be given to each? 75 ബിസ്ക്കറ്റ് ഉണ്ട്, 15 കിഡ്സിനാണ് അത് ഒരേപോലെ സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും എന്നാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോൾ നേരിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 15നെ 5 ഇൻറ്റു 3 നമ്മൾ ഫാക്ടേഴ്സ് ആക്കി മാറ്റാം അല്ലേ. അപ്പോൾ 5 പിന്നെ ഗ്രൂപ്പ് അല്ല 5 പിന്നെ കുട്ടികളുള്ള 3 ഗ്രൂപ്പാക്കി മാറ്റാം ആദ്യം. അതായത് ഡിവൈഡ് ചെയ്യുമ്പം 75 ഡിവൈഡഡ് ബൈ 15 ആണ് കേട്ടോ. 15 കിഡ്സിന് 75 ബിസ്ക്കറ്റാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ മൾട്ടിപ്പിൾ ചെയ്ത പോലെ ഈ 15നെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കുക, ഗുണനങ്ങളാക്കുക, മൾട്ടിപ്പിൾസ് എഴുതുക. 3 ഇൻറ്റു 5 15 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 75നെ ആദ്യം ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നായിട്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടല്ലോ. എത്ര 3 ആണ് 75? എത്രയാണ്? 25 പ്ലസ് 25 50 ആണ്. പിന്നെ ഒരു 25 കൂടി 75 അല്ലേ. അപ്പോൾ ഇതാ 25 ആണ്. ഇനി 25നെ ഡിവൈഡ് ചെയ്യുക അടുത്ത നമ്പർ കൊണ്ട്, 5 കൊണ്ട്. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 5 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായോ? അപ്പോൾ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്നാണ് കേട്ടോ. 75 ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ മക്കൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഫാക്ടേഴ്സ് കണ്ടിട്ട് അതിന് ശേഷം ഓരോന്നിനോടും ചെയ്ത് ലാസ്റ്റ് ആൻസറിൽ എത്തുന്നത്. അപ്പം 75 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു എത്രയാണ്? 5 ആണ്. അതുപോലെ 60 സ്വീറ്റ്സ് ഉണ്ട്, 12 പാക്കറ്റിലാക്കണം. അങ്ങനെയെങ്കിൽ ഓരോ പാക്കറ്റിൽ എത്ര എണ്ണം വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പം 12 പാക്കറ്റ്സിലാണ് ആക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 60 അവിടെ വെക്കുക. 12നെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു 4 6 ഇൻറ്റു 2 അങ്ങനെ നമുക്ക് ഏതായാലും അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുക. എന്നിട്ട് 6 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 3 എത്രയാ? ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര 3 ഭാഗങ്ങളാക്കുമ്പോൾ അല്ലേ, ഈക്വൽ ഭാഗങ്ങളാക്കുമ്പോൾ എത്രയാ? 23 ആണ് എത്ര 60 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ 60യെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 3 2 3 6 പിന്നെ 0 0. അപ്പോൾ ഇതിൻ്റെ 0 ഇവിടെ എഴുതുക. അപ്പോൾ 20. ഇനി ഈ 20യെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട്. 20 ഡിവൈഡഡ് ബൈ 4 എത്രയാ? 5 ആണ്. അപ്പോൾ ഇതും 5 തന്നെയാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 288 ഡിവൈഡഡ് ബൈ 16. അപ്പം 16 പിന്നെ ഫാക്ടേഴ്സ് ആക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമുക്ക് 288 ഡിവൈഡഡ് ബൈ 16 എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8,
8 ഇൻറ്റു 2 16 ഇതുപോലെ ആക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു സംഖ്യയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നേർപകുതി ഹാഫ് ആയിരിക്കും ആവുക. അത് നേരെ മറിച്ച് ഇവിടെ ഇൻറ്റു ആയിരുന്നെങ്കിൽ ഡബിളാണ് വരിക. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ 288 ഡിവൈഡഡ് ബൈ 2. ആദ്യത്തെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? ഇതിൻ്റെ നേർപകുതി 144. ഇനി 144നെ അടുത്ത 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 72. അതിൻ്റെ നേർപകുതിയാണ് കേട്ടോ, ഹാഫാണ്. ഇനി അടുത്ത 2 കൊണ്ട് 72നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടുക? 35 പ്ലസ് 35 ആണ് 70. അപ്പോൾ 36 കിട്ടും അല്ലേ? ഇനി ഏതാ ഉള്ളത്? ഒരു 2 കൂടെ ഉണ്ട്. അപ്പോൾ 36നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എത്ര കിട്ടും? 36 18 കിട്ടും. അപ്പോൾ 18 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 288 ഡിവൈഡഡ് ബൈ 16 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. അതായത് 18 ഇൻറ്റു 16 ആണ് 288. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് തന്നിട്ടുണ്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒപ്പരം ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 90 ഡിവൈഡഡ് ബൈ 15 ആണ്. അപ്പോൾ നമുക്ക് 15നെ എന്ത് ചെയ്യാം? ഫാക്ടേഴ്സ് എഴുതാം അല്ലേ? ഡിവൈഡഡ് ബൈ 90. അപ്പം 90യെ ആദ്യം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 അല്ലേ? 33 അല്ലേ 90. ഇനി 30യെ നമുക്ക് എന്ത് ചെയ്യുക? ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എത്ര കിട്ടും? 6 അല്ലേ? 5 ഇൻറ്റു 6 ആണ് 30. എളുപ്പത്തിൽ കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 900 ഡിവൈഡഡ് ബൈ 18 ആണ്. അപ്പോൾ നമുക്ക് 900 ഡിവൈഡഡ് ബൈ 18 എങ്ങനെ മാറ്റാം? 2 ഇൻറ്റു 9 അല്ലേ? 2 ഇൻറ്റു 9 എന്നാക്കാലോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? 900നെ ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എളുപ്പമാണ് അല്ലേ? അപ്പോൾ 900നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു അതിൻ്റെ പകുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ 450 ആണ്. ഇനി 450 ഡിവൈഡഡ് ബൈ ഏതാണ്? 9 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 45ൽ എത്ര 9 ഉണ്ട്? 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ 5 എഴുതിയതിന് ശേഷം ഈ ഒരു 0 കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 160 ഡിവൈഡഡ് ബൈ 32. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 160 ഡിവൈഡഡ് ബൈ 32ന് നമുക്ക് എന്ത് ചെയ്യാം? 4 ഇൻറ്റു 8 എന്നാക്കാം. മനസ്സിലായോ? 4 ഇൻറ്റു 8. എന്നിട്ട് 8ന് നമ്മൾ നേരത്തെ പഠിച്ചു 4 നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 2 ആക്കാം. 8നെയോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ? 4 ആണ് 2 ഇൻറ്റു 2. ബാക്കി 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് 160 ഡിവൈഡഡ് ബൈ അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ 2നോട് ചെയ്യുന്ന സമയത്ത് എത്രയായി? അതിൻ്റെ പകുതി 80 ആയി. പിന്നെ എത്രയാവും? 80ൻ്റെ പകുതി 40. അപ്പോൾ ഇത് 2 എണ്ണായേ. അടുത്ത 2 ചെയ്യുന്ന സമയത്ത് 20, അടുത്ത 2 ചെയ്യുന്ന സമയത്ത് 10, അടുത്ത 2 ചെയ്യുന്ന സമയത്ത് 5. അപ്പോൾ 5 ആണ് 160 ഡിവൈഡഡ് ബൈ 32 എന്നുള്ളതിൻ്റെ ആൻസർ. ഇനി ഇതല്ലാതെ മക്കൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് തന്നെ ഇങ്ങനെ തന്നെ വേണമെങ്കിലും ചെയ്യാം. 160 ഡിവൈഡഡ് ബൈ 4. 16ൽ എത്ര 4 ഉണ്ട്? 4 ഇൻറ്റു 4 ആണ് 16. അപ്പോൾ 4 ഈ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 40 ഇൻറ്റു 4 ആണ് 160. ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഈ 40യെ നമുക്ക് ഡിവൈഡ് ചെയ്യാം 8 കൊണ്ട്. അപ്പോൾ എത്ര 8 ആണ്? 45 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയും സിമ്പിളായിട്ട് മക്കൾക്ക് ആൻസർ കിട്ടും. ഇവിടെ 160യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 40 ആണ്. 40 ഇൻറ്റു 4 ആണ് എന്ത്? 160 അല്ലേ? ഇനിയോ ആ 40യെ നമ്മൾ എന്ത് ചെയ്തു? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് 5 കിട്ടുന്നത്. അതായത് മൊത്തം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു?
32 കൊണ്ട് 8 × 4 അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്തത് 168 ഡിവൈഡഡ് ബൈ 24 ആണ്. അപ്പം നമുക്ക് 24നെ ഘടകങ്ങളാക്കാം, ഫാക്ടേഴ്സ് ആക്കാം. എങ്ങനെയാക്കാം? 8 × 3 അല്ലേ. അപ്പോൾ 8 × 3 ആക്കാം. 8നെ നമുക്ക് എന്ത് ചെയ്യാം? 2 × 2 × 2 എന്നിട്ട് ഇൻറ്റു ഈ ഒരു 3 താഴോട്ട് എഴുതാം. ഇവിടെ ഡിവൈഡഡ് ബൈ 168. അപ്പോൾ 168നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ നേരെ പകുതി 160യുടെ പകുതി 80 ആണ്, 8ൻ്റെ പകുതി 4. അപ്പോൾ എത്ര കിട്ടും? 168 ഡിവൈഡഡ് ബൈ 2 സമം എത്രയാണ്? 84 കിട്ടും. അപ്പോൾ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി സെക്കൻഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 84 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എത്ര കിട്ടും? 42. അതിൻ്റെ ഹാഫ്, പകുതി. ഇനി 42 ഡിവൈഡഡ് ബൈ അടുത്ത 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 21. ഇനി 21നെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ലാസ്റ്റ് 3 കൊണ്ടാണ്. എത്ര 3 ആണ്? 21. 7 ആണ് അല്ലേ. അപ്പോൾ ആൻസർ 7 ആണ്. 168 ഡിവൈഡഡ് ബൈ 24 ഈക്വൽ ടു 7 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉപയോഗിച്ചു? 8 × 3 അല്ലേ. അതിൽ 2ഉം 8ഉം 3ഉം ഒക്കെ ഇതിലെ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അത് 210 ഡിവൈഡഡ് ബൈ 42. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 42നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 6 × 7 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൂടെ അല്ലേ. 6 7 42. 6 × 7 ഈക്വൽ ടു 42. അപ്പോൾ ഇനി 210 ഡിവൈഡഡ് ബൈ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 21ൽ എത്ര 7 ഉണ്ട്? 3 ആണ്. 3ൻ്റെ അടുത്ത് 0 ഇട്ട് കൊടുത്താൽ 30 കിട്ടും. 30യെ നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 5 കിട്ടും. 5 × 6 ആണ് 30. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 42 ഈക്വൽ ടു 5 ആണ് കേട്ടോ ആൻസർ വരുന്നത്. 210നെ ഡിവൈഡ് ചെയ്യുന്നത് 42 കൊണ്ടാണെങ്കിൽ ഒന്നും കൂടെ ഒരു എളുപ്പ വഴി എന്താ വെച്ചാൽ 210 ഡിവൈഡഡ് ബൈ 42 221 അല്ലേ 42. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 21 എത്ര 21 ആണ് 10? അപ്പോൾ അതാ ഇവിടെ 21. അപ്പോൾ 1 ഇത് ഈ 0 ഇട്ട് കൊടുക്കല്ലേ. അപ്പോൾ 10 21 ആണ് 210 എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യുക? അടുത്തത് ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 5 ആൻസർ കിട്ടും. ഈ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കളെ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കോമൺ ഫാക്ടേഴ്സ് എടുക്കും കേട്ടോ. അപ്പോൾ മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.